സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടി സിദ്ദീഖ് എംഎൽഎയുടെ ഭാര്യ ഷർഫുന്നൂസയെ പ്രതി ചേർത്തു. സ്വിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ പേരിലുള്ള കേസിലാണ് നടക്കാവ് പോലീസിന്റെ നടപടി. കോഴിക്കോട് സ്വദേശിനിയാണ് പരാതിക്കാരി. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ സുരേഷ്. രാഹുൽ, ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഒരാളാണ് ടി സിദ്ദീഖ് എംഎൽഎയുടെ ഭാര്യ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും സുഹൈൽ, 8 പേരടങ്ങുന്ന ഡയറക്ടർ ബോർഡ് ആളുകളിൽ ഒരാളാണ് ടി സിദ്ദീഖിന്റെ ഭാര്യയായ ഷറഫുന്നീസ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഷറഫുന്നീസ ഈ കാര്യങ്ങൾ നിരസിക്കുന്നുണ്ട്. ഷറഫുന്നീസയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഡയറക്ടർ ബോർഡ് മെമ്പറായി താൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ജോലിക്കാരി എന്ന നിലയിൽ അവിടെ ജോലി ചെയ്തിരുന്നു. 2022 ഡിസംബർ 8-ന് താങ്കൾ ആ ജോലി രാജിവെക്കുകയും ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കോഴിക്കോട് സ്വദേശിനി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഷറഫുന്നീസയ്ക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇന്നാണ് കോഴിക്കോട് സ്വദേശിനി കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷറഫുന്നീസയ്ക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. എഫ്ഐആറിന്റെ പകർപ്പ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ നിമിഷം പുറത്തുവിടുന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു. അതായത് 3000-ഓളം ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായത്. കൂടുതൽ പലിശ നൽകാമെന്ന വ്യാജേനയായിരുന്നു ഈ സാധാരണക്കാരായ ആളുകളിൽ നിന്നും ഈ കമ്പനി പൈസ നിക്ഷേപമായി സ്വീകരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ആളുകൾക്ക് പണം പിൻവലിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പരാതിയുമായി ആളുകൾ രംഗത്തെത്തുകയും ഒപ്പം തന്നെ പോലീസിനെ ഉൾപ്പെടെ സമീപിക്കുകയും ചെയ്തത്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏതാണ്ട് 100-ലധികം പരാതികളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഷറഫുന്നീസയുടെ പേരും ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഷറഫുന്നീസ കൂടാതെ കമ്പനി സിഇഒ ആയിട്ടുള്ള വസീം തൊണ്ടക്കോടൻ, ഷംന കേറ്റി, റാഹില ബാനു, തൊണ്ടികോട്ട് മൊയ്തീൻകുട്ടി ഉൾപ്പെടെ മറ്റു 4 പ്രതികളെയും കൂടി ഇന്നത്തെ എഫ്ഐആറിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇന്ന് എഫ്ഐആറിൽ ആകെ 5 പേരുടെ പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരാളാണ് ഷറഫുന്നീസ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിർണായകമായ വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒറ്റ കേസാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഹുൽ? സുഹൈൽ, ഇന്ന് നടക്കാവ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ന് ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 100-ലധികം പരാതികളാണ് ഇതിനോടകം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം എത്തിയിട്ടുള്ളത്. അത് പ്രകാരം 5 എഫ്ഐആറുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് ഷറഫുന്നീസയുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോഴും ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷറഫുന്നീസ ഈ കാര്യങ്ങൾ നിരസിക്കുകയാണ്. ഷറഫുന്നീസ പറയുന്നത് ഡയറക്ടർ ബോർഡ് മെമ്പറായി താൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടില്ല, പകരം ഒരു ജോലിക്കാരി എന്ന നിലയിൽ മാത്രമാണ് ജോലി ചെയ്തിട്ടുള്ളത്. അതിന്റെ ID കാർഡ് ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്വിസ് ബാങ്ക് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 5 എഫ്ഐആറുകളുള്ളത്. അതിൽ ഇന്ന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ടി സിദ്ദീഖ് എംഎൽഎയുടെ ഭാര്യയെ കൂടി പ്രതി ചേർത്തിരിക്കുന്ന സുപ്രധാനമായ വാർത്തയുടെ വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്.